എല്ലാം പോലീസിനോട് പറഞ്ഞോളാമെന്ന് പ്രതി റിജു ആന്റണി മാതൃഭൂമി ന്യൂസിനോട്. നിരവധി ചോദ്യം ചോദിച്ചെങ്കിലും കൂടുതൽ പ്രതികരിക്കാൻ പ്രതി തയ്യാറായില്ല. പ്രതിയെ ചാലക്കുടി ആശുപത്രിയിലെത്തിച്ച് മെഡിക്കൽ പരിശോധന നടത്തി. എന്തുകൊണ്ടാണ് ഈ കവർച്ച നടത്തിയത്? ഇത് മറക്കുന്നതിന്, കടം തീർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? സാർമാരോട് പറഞ്ഞോ. ഇത് ഇത്ര ബാക്കി എത്ര എല്ലാ ലക്ഷം ഒറ്റയ്ക്കാണോ ഇത് ചെയ്തത്? വേറെ ആരെങ്കിലും സഹായിക്കാനുണ്ടായിരുന്നോ? എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല, സാറുമാരോട് പറഞ്ഞോളാം എല്ലാം എന്നുള്ളതാണ് പ്രതി പറയുന്നത്. റിജു ആന്റണിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിനു മുൻപ് മാധ്യമപ്രവർത്തകർ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു, ഒന്നിനും മറുപടി നൽകാതെയാണ് കടന്നു പോകുന്നത്. MS ലിഷോയ് വിവരങ്ങളുമായിട്ടുണ്ട്. ലിഷോയ്, പ്രതിയുടെ പ്രതികരണം നേരത്തെ നമ്മൾ ദൃശ്യം കണ്ടിരുന്നു. ഒരു പ്രതികരണം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. എന്താണ് പറയുന്നത്? എന്തെങ്കിലുമൊക്കെ പുതുതായി നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഇനി പോലീസിനോട് പറഞ്ഞുകൊള്ളാം എന്നുള്ള കാര്യമാണ് റിജോ പറയുന്നത്. എന്തായാലും വലിയ ഒരു ആസൂത്രണത്തോടു കൂടി ചെയ്ത ഒരു കളവ്, ആ കളവിൽ ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത്തരത്തിൽ ഇത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ താൻ പിടിക്കപ്പെടും എന്നുള്ളതാണ്. കാരണം അത്രത്തോളം അയാൾ പല തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചെയ്തിരുന്നത്. അതായത് ഈ വസ്ത്രങ്ങൾ പലതവണ മാറുന്നു, വാഹനം പല വഴികളിലൂടെ കൊണ്ടുപോകുന്നു, അതിനോടൊപ്പം തന്നെ പലതരത്തിൽ വാഹനം രൂപമാറ്റം വരുത്തുന്നു, നമ്പർ പ്ലേറ്റ് മാറ്റുന്നു. അങ്ങനെ പലതരത്തിൽ പോലീസിനെ കബളിപ്പിക്കുന്നതിന് വേണ്ടി ഇയാൾ ഓരോ കാര്യങ്ങൾ ചെയ്തു. പക്ഷേ അതൊന്നും തന്നെ കേരള പോലീസിൻ്റെ അന്വേഷണ ബുദ്ധിയോട് കിടപിടിക്കുന്നതായിരുന്നില്ല എന്നുള്ളതാണ്. ഷൂവിനടിയിലെ ഒരു ചെറിയ നിറവ്യത്യാസം അത് കണ്ടുപിടിച്ചുകൊണ്ടാണ്, അതിൽ ഊന്നിക്കൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഈ റിജോയിലേക്ക് എത്തുന്നത്. അതിനോടൊപ്പം തന്നെ ഈ നേരത്തെ ഈ സമാനമായ രീതിക്ക് ഈ ഒരു സമയത്ത് ബാങ്കിലെത്തിയ ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അവർ ശേഖരിച്ചിരുന്നു. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു. കഴിഞ്ഞൊരു 15 ദിവസം മുൻപ് മുതൽ ഈ ബാങ്കിൽ ഈ സമയത്ത്, ഈ കവർച്ച നടന്ന സമയത്ത് എത്തിയ ആളുകളുടെ വിവരങ്ങളൊക്കെ തന്നെ എന്തായാലും പോലീസ് നേരത്തെ തന്നെ ശേഖരിക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ തന്നെ ഈ പ്രതിയിലേക്ക് എത്തുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ കൂടുതൽ മൊഴി അയാളുടെ എടുക്കേണ്ടതുണ്ട്, അയാളുടെ കുറ്റസമ്മത മൊഴി എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിനുവേണ്ടി ചാലക്കുടി പോലീസ് സ്റ്റേഷനിലേക്കാണ് നിലവിൽ ഈ പ്രതിയെ എത്തിച്ചിരിക്കുന്നത്. നാളെ ആയിരിക്കും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. കാരണം ഈ തെളിവെടുപ്പും അതുപോലെ തന്നെ റിക്കവറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ, തൊണ്ടി മുതലായ ഈ കത്തിയും അതിനോടൊപ്പം തന്നെ ഈ അപഹരിച്ച പണവും ഒക്കെ തന്നെ ഇനി വീണ്ടെടുക്കേണ്ടതുണ്ട്. അതൊക്കെ തന്നെ അടുത്ത ദിവസമായിരിക്കും നടക്കുക. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ കോടതിയിൽ ഹാജരാക്കുക. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.